തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ചെയ്യാത്ത മോഷണ കുറ്റത്തിന്റെ പേരിൽ ദളിത് സ്ത്രീയെ അന്യായമായി കസ്റ്റഡിയിൽ വെച്ച സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷിന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് കൈമാറും. വിവരങ്ങളുമായി രജിത് കുമാറാണ് ചേരുന്നത്. രജിത്ത്, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഇപ്പോൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്? ഒപ്പം തന്നെ ഈ താൻ മാല മോഷ്ടിച്ചു എന്ന് പരാതി നൽകിയ കുടുംബത്തിനെതിരെ അതായത് നടപടിയെടുക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ബിന്ദു പരാതി നൽകിയിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ശക്തമായ നടപടിയാണ് ഇക്കാര്യത്തിൽ വരുന്നത്. ദളിത് സ്ത്രീയായിട്ടുള്ള ബിന്ദുവിനെ പേരൂർക്കട സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തതിലും ഒപ്പം തന്നെ ഈ മാലമോഷണവുമായി ബന്ധപ്പെട്ട് ചെയ്യാത്ത കുറ്റം തന്റെ മേൽ ചാർത്തിയതും ഉൾപ്പെടെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് ബിന്ദു ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുകയും ചെയ്തതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റടക്കം നൽകിയിട്ടുണ്ട്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പേരൂർക്കട സ്റ്റേഷനിലെ SIക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഇപ്പോൾ ASIക്കും സസ്പെൻഷൻ ഉണ്ടാകുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തന്നെ സമർപ്പിച്ചിരുന്നു. ASI പ്രസന്നന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷിനാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ സമർപ്പിക്കുന്നത്. തുടർന്ന് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്യും. പ്രധാനമായും തന്നെ ഭീഷണിപ്പെടുത്തി ഒപ്പം തന്നെ അസഭ്യം പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളാണ് ബിന്ദു പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റ് 2 സിവിൽ പോലീസ് ഓഫീസർക്കെതിരെയും കൂടി നടപടി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ അന്വേഷണത്തിൽ ഇവരും ബിന്ദുവിനെ അസഭ്യം പറഞ്ഞിട്ടുണ്ട് എന്നും മറ്റ് തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ കൊണ്ടുപോകുന്ന സമയത്ത് ഇവരോട് വാഹനത്തിൽ വെച്ച് ഉൾപ്പെടെ അസഭ്യം പറഞ്ഞതായുമാണ് പോലീസിന് വിവരം ലഭിച്ചിട്ടുള്ളത്. ഇതിന്റെ അന്വേഷണ റിപ്പോർട്ടാണ് ഇന്ന് സമർപ്പിക്കുന്നത്. അതിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇക്കാര്യത്തിൽ ഉള്ളത്.